ഹെയർ ലോസ് തടയാനും പുതിയ മുടികൾ വളരാനും വേണ്ടിയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റൻസാണ് റോസ്മേരി. അത്യാവശ്യം നല്ല എഫക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ രീതി നമുക്ക് നോക്കാം. അതിനകത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകത്തിനകത്ത് ഫാറ്റി ആസിഡ്സ് പോലുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട് മുടി കൊഴിച്ചിൽ ഏകദേശം നല്ല രീതിക്ക് കുറയ്ക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഫ്ലാക്സ് സീഡ്സിനകത്ത് വൈറ്റമിൻ ബി, ബയോട്ടിൻ പോലത്തുള്ള സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ട് പുതിയ മുടികൾ വളരാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇത് ഏകദേശം 5 ഗ്രാം വീതം എടുക്കുക. 750 മില്ലി ലിറ്ററിനുള്ള കണക്കാണ് ഇത് പറയുന്നത്. 5 ഗ്രാം വീതം എടുക്കുക. അതിനുശേഷം ഒരു ടീ ബാഗും ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ റോസ്മേരിയും ഫ്ലാക്സ് സീഡ്സും നമ്മൾ കരിഞ്ജീരകവും കൂടെ ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മൾ കുതിർക്കാൻ വയ്ക്കുക. ഇങ്ങനെ കുതിർക്കാൻ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്ന സാധനം നമ്മൾ തിളപ്പിക്കാൻ എന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർക്കാൻ വയ്ക്കുന്നത്. എത്രത്തോളം കുതിർക്കാൻ വയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വയ്ക്കുക. ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ ഒരു പച്ച കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെള്ളം വയ്ക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇത് നമ്മൾ അതിലേക്ക് ഇടുക. നമുക്കിവിടെ 750 മില്ലി ലിറ്ററിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് നമ്മൾ ഏകദേശം 1.5 ലിറ്റർ വെള്ളത്തിലാണ് ഇത് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അത് തിളച്ച് പകുതി ആകുമ്പോഴത്തേക്ക് അതെടുക്കുക. അതെടുത്ത് ആറാൻ വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്ന കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച ഇത് ഉപയോഗിക്കാം. പുറത്താണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തിൽ മാക്സിമം 2 ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കി വയ്ക്കുക. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് അവസാനം തിളപ്പിച്ച് എടുത്ത് വെക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ടീ ബാഗ് ആഡ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ടീ ബാഗ് ആഡ് ചെയ്തതിന് ശേഷം ടീ ബാഗ് റിമൂവ് ചെയ്യുക.